ഇന്ത്യൻ വംശജനായ ശതകോടീശ്വരനും ആഗോള സ്റ്റീൽ വ്യവസായത്തിലെ അധികായനുമായ ലക്ഷ്മി നിവാസ് മിത്തൽ ബ്രിട്ടൻ വിടാനൊരുങ്ങുന്നു. മുൻപ് ലേബർ പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒരാളായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ഈ അപ്രതീക്ഷിത തീരുമാനം രാജ്യത്തെ രാഷ്ട്രീയ സാമ്പത്തിക വൃത്തങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ലേബർ പാർട്ടിയുടെ ഷാഡോ ചാൻസലർ റേച്ചൽ റീവിസ് അതിസമ്പന്നർക്കുമേൽ നടത്തുന്ന നികുതി വേട്ടയാണ് ഈ പലായനത്തിന്റെ പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തന്റെ വാർദ്ധക്യകാല ജീവിതത്തിന്റെ ഏറിയ പങ്കും മിഡിൽ ഈസ്റ്റിലെ ആഡംബര നഗരമായ ദുബായിൽ ചെലവഴിക്കാനാണ് ലക്ഷ്മി മിത്തൽ പദ്ധതിയിടുന്നത്. എന്നാൽ നികുതി സംബന്ധമായ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലാണ് തന്റെ വസതിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലേബർ പാർട്ടിയുടെ ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി ബ്രിട്ടനിലെ ഇൻഹെറിറ്റൻസ് ടാക്സ് നിയമങ്ങളിൽ വരുത്തിയ സമൂലമായ മാറ്റങ്ങളാണ് മിത്തലിലെ ഇത്തരമൊരു നിർണായക തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഈ നിയമ ഭേദഗതികളിൽ മിത്തലിനെ പോലുള്ള അതിസമ്പന്നരായ നോൺ ഡൊമിസൈൽ പദവിയിലുള്ള വ്യക്തികളെയാണ് കാര്യമായി ബാധിക്കുന്നത്. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ മിത്തലിന്റെ വിദേശ രാജ്യങ്ങളിലുള്ള സ്വത്തുക്കൾക്ക് മേൽക്കൂടി ബ്രിട്ടീഷ് സർക്കാർ ലെവി ചുമത്തുമെന്നതാണ് നിലവിലെ സാഹചര്യം. ഇതോടെ വൻ നികുതി ബാധ്യത മുന്നിൽ കണ്ടാണ് മിത്തൽ കുടുംബം താമസ സ്ഥലം മാറ്റുന്നതെന്നാണ് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ലണ്ടനിലെ ആഡംബര കെട്ടിട സമുച്ചയങ്ങളുമായി കെൻസിംഗ്ടൺ പാലസ് ഗാർഡൻസിലെ ബില്യണേഴ്സ് റോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മിത്തലിന് ആഡംബര വസതികൾ ഉണ്ടെങ്കിലും ഭാവിയിൽ ദുബായ് കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ബിസിനസ് വ്യക്തിപരമായ നീക്കങ്ങൾ. നിലവിൽ ദുബായ് എമിറേറ്റ്സ് ഹിൽസിൽ 152.7 മില്യൺ പൗണ്ട് വിലമതിക്കുന്ന ഒരു ആഡംബര സൗധം അദ്ദേഹം ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ ബേവർലി ഹിൽസ് എന്ന് വിശേഷിക്കപ്പെടുന്ന എമിറേറ്റ്സ് ഹിൽസ് ലോകത്തിലെ അതിസമ്പന്നരുടെ പ്രിയപ്പെട്ട വാസസ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കറുത്ത നികുതി നിരക്കുകളും സുരക്ഷിതമായ ബിസിനസ് അന്തരീക്ഷവും ആഗോള തലത്തിലുള്ള കണക്ടിവിറ്റിയും ഈ പ്രദേശത്തെ ധനികർക്ക് ആകർഷകമാക്കുന്നു. ലക്ഷ്മി മിത്തലിന്റെ ഈ പലായനം ഒറ്റപ്പെട്ട സംഭവമല്ല. മുൻപ് തന്നെ നിരവധി ശതകോടീശ്വരന്മാർ നികുതി ഭാരം കാരണം ബ്രിട്ടൻ വിട്ടുപോയിരുന്നു. ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് സ്ഥാപനമായ റിവോൾട്ടിന്റെ ഉടമ നിക്കോളൈ സ്റ്റോറൻസ്കി, ആസ്റ്റൺ വില്ല എഫ്സിയുടെ സഹ ഉടമയും ഈജിപ്ഷ്യൻ വ്യവസായിയുമായ നെഫസ് സെവിരിയസ് എന്നിവർ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഈ ബിഗ് എക്സിറ്റ് പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെയും പ്രമുഖനുമാണ് ലക്ഷ്മി മിത്തൽ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മൊത്തം 14.9 ബില്യൺ പൗണ്ടിന്റെ ആസ്തി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് അദ്ദേഹത്തെ യുകെയിലെ ഏറ്റവും വലിയ 7ാമത്തെ സമ്പന്നനാക്കുന്നു. ഇത്രയും വലിയൊരു വ്യവസായിയുടെ പലായനം ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാണ്. ബ്രിട്ടനിലെ സാമ്പത്തിക വിദഗ്ധരും വ്യവസായ പ്രമുഖരും രാജ്യത്തിന്റെ നികുതി നയങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ മത്സരക്ഷമത നിലനിർത്താനും അതിസമ്പന്നരെ രാജ്യത്തേക്ക് ആകർഷിക്കാനും നിലവിലെ നയങ്ങൾ തടസ്സമാണെന്നാണ് അവരുടെ അഭിപ്രായം. നോൺ ഡോം സ്റ്റാറ്റസ് വഴി വിദേശത്തു നിന്ന് വരുമാനമുള്ള സമ്പന്നർക്ക് ബ്രിട്ടനിൽ നികുതി ഇളവുകൾ ലഭിച്ചിരുന്നു. ഇത് രാജ്യത്തേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. എന്നാൽ ലേബർ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഈ നിയമം അനാവശ്യമായ നികുതി ഇളവുകൾ നൽകുന്നു എന്ന് വാദിക്കുകയും മാറ്റങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. പുതിയ നിയമം അനുസരിച്ച് വിദേശങ്ങളിൽ നിന്ന് എത്തി ബ്രിട്ടനിൽ താമസമാക്കിയ സമ്പന്നർക്ക് അവരുടെ ആഗോള വരുമാനത്തിന് നികുതി നൽകേണ്ടി വരും. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള തങ്ങളുടെ സ്വത്തുക്കൾക്ക് ബ്രിട്ടീഷ് സർക്കാർ നികുതി ചുമത്തുന്നതിന്റെ യുക്തി മനസ്സിലാക്കാൻ പല വിദേശ നിക്ഷേപകർക്കും കഴിയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നികുതി അധികൃതരുടെ നിരന്തരമായ നിരീക്ഷണവും ഭാരിച്ച നികുതി ബാധ്യതകളും ഒഴിവാക്കാൻ രാജ്യം വിടുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇവർക്ക് മുന്നിൽ അവശേഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സ്വിറ്റ്സർലാൻഡ്, ദുബായ് പോലുള്ള നികുതി കുറഞ്ഞ രാജ്യങ്ങൾ ലോകോത്തര നിലവാരമുള്ള ജീവിത സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നതും ആകർഷണീയത വർദ്ധിപ്പിക്കുന്നുണ്ട്. ലേബർ പാർട്ടിയുടെ നികുതി നയം സാമൂഹിക സമത്വം ഉറപ്പാക്കാനും രാജ്യത്തെ പൊതുവരുമാനം വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ നയം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തകർക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. നികുതി ഭയം കാരണം അതിസമ്പന്നർ രാജ്യത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്നത് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിന് വിഘാതമാകും. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മിത്തലിന്റെ പലായനത്തെ കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിലും സർക്കാരിന്റെ നയങ്ങൾ കാരണം പ്രമുഖ ബിസിനസ്സുകാർ രാജ്യം വിടുന്നത് ഭരണകക്ഷി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ലക്ഷ്മി മിത്തലിനെ ബ്രിട്ടൻ വിടാനുള്ള തീരുമാനം ലോക സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റങ്ങളെയും നികുതി നയങ്ങളെ കുറിച്ചുള്ള ആഗോള ചർച്ചകളെയും കൂടുതൽ പ്രോജ്വലിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സംഭവ വികാസം ബ്രിട്ടന്റെ സാമ്പത്തിക ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് ഇനി വരും മാസങ്ങളിൽ അറിയാനാകും.